ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. ഇന്നത്തെ വിശേഷം നിങ്ങൾ കണ്ടല്ലോ അല്ലെ? എന്തൊരു ദ്രോഹം അലീനയോട് കാണിക്കുന്നതല്ലേ. അയ്യോ, ഇങ്ങനെയും ഉണ്ടോ? സത്യം പറഞ്ഞ വേലക്കാരി വരുമ്പം ഇങ്ങനെയൊക്കെ ഏതെങ്കിലും വീടുകളിൽ കാണിക്കുവോ? ഒരു വലിയ ലോഹ പോലത്തെ നൈറ്റി എടുത്തിട്ട് കൊടുത്തിട്ട് ഇത് ഇട്ടാ മതിയെന്ന്. എന്താണല്ലേ ഭാവം. അലീന ആ നൈറ്റി ഇട്ടുകൊണ്ട് വരുന്ന ഒരു വരവുണ്ട്, സങ്കടം തോന്നും. ഏതായാലും അതൊക്കെ നിൽക്കട്ടെ. നമ്മുടെ വൈജ കത്തി തിളച്ച് നിൽക്കുകയാണ്. വൈജയുടെ കെട്ടിയോനും കുറെ വൈജയനെ പറഞ്ഞു, നാണമില്ലേടി നിനക്ക് എന്ന് ചോദിച്ച് കുറെ പറഞ്ഞു. ഏതാണ്ട് പണ്ടത്തെ കാലം പോലെയാന്ന വൈജയുടെ വിചാരം. ഇപ്പോഴും അങ്ങോട്ട് അടക്കി ഭരിച്ചു കളയാൻ വേലക്കാരികളെയൊക്കെ. നിരങ്ങാണം കൊണ്ടുപോയി കേസങ്ങാണം കൊടുത്തു കഴിഞ്ഞാല് നമ്മുടെ വൈജയുടെ കാര്യം ക്ലോസ് എന്ന് കൂട്ടിക്കൊണ്ടാ മതി. പിന്നെ കഥയിൽ ചോദ്യമില്ല. അപ്പൊ അങ്ങനെ നമ്മുടെ വൈജ നേരെ ദേഷ്യം വന്നിട്ട് അങ്ങ് മാറിപ്പോയി. ഈ സമയത്താണെങ്കിൽ നമ്മുടെ മുത്തശ്ശിയുടെ അടുത്തേക്ക് അലീന പോവുകയും ചെയ്തു. അങ്ങനെ പരാതിയൊക്കെ പറഞ്ഞു. മുത്തശ്ശിയോട് ചെന്ന് പരാതിയായിട്ടല്ല പറഞ്ഞത്, എന്തു പറ്റി മോളേന്ന് ചോദിച്ചപ്പോ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ അലീന പോട്ടെ സാരമില്ല, തന്റെ അമ്മ തന്നെ വഴക്ക് പറഞ്ഞാൽ കേൾക്കണമല്ലോ, ആ ഒരു ഇതിൽ മാത്രമേ അലീന എടുത്തിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ നമ്മുടെ അലീനയുടെ അടുത്ത് പിന്നെയും വരികയാണ്. അലീനയുടെ അടുത്ത് വന്നിട്ട്, എന്താടി നിന്റെ വിചാരം? ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എന്റെ ഭർത്താവ് നിന്നെ സപ്പോർട്ട് ചെയ്തു, ഇപ്പൊ എന്റെ മക്കള് നിന്നെ സപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞ് നിനക്കൊരു ധാരണയുണ്ട്. നിനക്കങ്ങ് കേറി അങ്ങോട്ട് ഇവിടെ അങ്ങോട്ട് നിന്ന് എന്റെ തലേ കയറാന്ന്. അതെ വേണ്ട കേട്ടോ. നീ വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങള്. അല്ല, ഞാൻ എന്ത് വിചാരിക്കുന്നെന്ന നിങ്ങൾ ഈ പറയുന്നത്? നീ വിചാരിക്കുന്ന എന്താന്ന് എനിക്കറിയാം. നിന്നെ എല്ലാവരും എടുത്ത് ഇവിടെ പുകഴ്ത്തി വെച്ചേക്കാണല്ലോ. ദേ ഞാൻ പറയാം, ഈ വീട്ടിൽ എന്റെ ഭർത്താവ് വിചാരിക്കുന്ന പോലെ അല്ലടി കാര്യങ്ങൾ നടക്കുന്നത്. ഞാൻ വിചാരിക്കുന്നത് പോലെയാണ്. നിന്റെ ധാരണകളൊക്കെ തെറ്റാ. എന്റെ ധാരണയോ? ദേ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നും ഞാൻ ധരിച്ചു വെച്ചിട്ടില്ല. അങ്ങനെ ഒരാളല്ല ഞാന്. ഓ പിന്നെ നീ എങ്ങനെ ഒരാളാ? ദേ ഞാൻ പറഞ്ഞു, വേണ്ട. ഞാൻ എന്തെങ്കിലും പറഞ്ഞാല് മറുത്ത് നീ ഒരു അക്ഷരം ഇങ്ങോട്ട് പറയാൻ വരണ്ട. അതാ നിനക്ക് നല്ലത്. നിന്റെ ഈ കള്ളക്കണ്ണീരുണ്ടല്ലോ, കള്ളക്കണ്ണീര്, അത് എന്റെ അടുത്ത് വിലപ്പോവില്ല. ചിലപ്പോ എന്റെ ഭർത്താവിന്റെ അടുത്തും മക്കളുടെ അടുത്തും അത് വിലപ്പോകും. പിന്നെ എന്റെ അമ്മേനെ നീ അങ്ങോട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. എന്റെ അമ്മ നിന്നെ കുറിച്ച് നല്ലത് മാത്രമേ എന്റെ ഭർത്താവിനോടും പറയത്തുള്ളൂ. എനിക്കറിയാം എല്ലാവരും നീ സോപ്പിട്ട് എടുക്കുന്നതല്ലേടി. അതെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്കാർക്കും ഇഷ്ടമല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പൊക്കോളാം. ഞാനത് പറഞ്ഞതല്ലേ, വെറുതെ ദ്രോഹിക്കാനായിട്ട് എന്തിനാ എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്? അയ്യോ അവളുടെ ഒരു അതിവിനയം. ഇതാടി ഞാൻ പറഞ്ഞത്, എല്ലാവരെയും സോപ്പിട്ട് ചാക്കിലാക്കാൻ നീ മിടിക്കുകയാണെന്ന് പറഞ്ഞു. ഇനി നീ കൂടുതൽ ഇങ്ങോട്ടൊന്നും പറയാൻ വരണ്ട. ഞാൻ പറയും, നീ അനുസരിക്കും. ഞാന് എന്ത് പറഞ്ഞാലും അനുസരിച്ചോളാന്ന് ഞാൻ പറഞ്ഞല്ലോ. ഓ എന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോകുന്നുണ്ടോ നീ? തല്ലാ നിന്നാലും അവള് മറുകരണം കാട്ടിത്തരും. മറ്റുള്ളവരെ മയക്കാൻ വേണ്ടിയിട്ട് കേറിപ്പോടി അകത്ത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വൈജാലീനെ ഓടിച്ചു കേട്ടോ. പാവാലീന ഇതൊക്കെ കേട്ടോണ്ടങ്ങ് പോയി. പിന്നെ അമ്മയാണല്ലോ പറയുന്നത്. അമ്മയുടെ ഒരു വഴക്കെങ്കിൽ വഴക്ക്. അമ്മ വഴക്ക് പറയുന്നതിന് പ്രശ്നമൊന്നുമില്ലല്ലോ. അലീനയ്ക്ക് അതൊക്കെ എന്ന് പറയുന്നത് സങ്കടം ഉണ്ടെങ്കിലും എന്റെ അമ്മയാണല്ലോ എന്നൊരു ചിന്തയാണ്. സത്യത്തിൽ നമുക്ക് അങ്ങനെയല്ലല്ലോ. നമുക്ക് ഇത് കാണുമ്പോൾ തരിച്ചു കയറുകയല്ലേ. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാമച്ചനും അവിടുത്തെ രേവതിയും അതുപോലെ മാമച്ചന്റെ പെണ്ണുമ്പിള്ളയൊക്കെയാണ്. അവിടെ സത്യം പറഞ്ഞാൽ പേടിച്ചല്ലേ നമ്മുടെ രേവതി പോയത്. പക്ഷെ രേവതിക്ക് അവിടെ പരമസുഖം കേട്ടോ, പരമസുഖം. അന്യന്റെ വീട്ടിൽ പരമസുഖം, സ്വന്തം വീട്ടിൽ പട്ടിക്ക് തുല്യം. ആര്? നമ്മുടെ അലീന. അങ്ങനെ വേണമെങ്കിൽ പറയാം. കാരണം ഇവിടെ പട്ടിയുടെ പോലും വില കിട്ടാതെ നമ്മുടെ അലീന കിടന്ന് കഷ്ടപ്പെടുമ്പോ അന്യരുടെ വീട്ടിൽ ചെന്നിട്ട് നമ്മുടെ രേവതി സുഖിക്കുകയല്ല. രേവതിനെ അങ്ങനെ അവർ വലിയ പണിയെടുപ്പിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. കൊച്ചെ മോളെ എന്നൊക്കെ വിളിക്കുകയാണ്. അങ്ങനെ മാമച്ചന്റെ പെണ്ണുമ്പുള്ളയാണെങ്കിൽ തൊട്ടതിനും പിടിച്ചതിനും വഴക്കൊക്കെ പറയുന്നുണ്ട്. നീ എന്താ കാണിക്കുന്നത്? കുറെ നേരമായല്ലോ കിച്ചടി കിടന്ന് വിളമ്പാൻ തുടങ്ങിയിട്ട്, മതി നിർത്ത്, പോയി കിടക്കുന്നുണ്ടോ എന്നൊക്കെയാ പറയുന്നത്. പക്ഷെ അതിലൊരു എന്താ പറയാ, സ്നേഹത്തിന്റെ ഒരു അർത്ഥമുണ്ട്. നീ പോയി കിടക്ക് എന്ന് ദേഷ്യപ്പെട്ട് പറയുന്നതും, നീ പോയി കിടക്ക് മോളെ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് പുള്ളിക്കാരിയുടെ സ്വഭാവം. ഈ വൈജയുടെ വേറൊരു സ്വഭാവമാണ് കേട്ടോ. അങ്ങനെ സ്നേഹിക്കാനോ അങ്ങനെ അറിയില്ല പുള്ളിക്കാരിക്ക്. താലോലിക്കാനോ സ്നേഹിക്കാനോ ഒന്നും അറിയില്ല. അപ്പൊ അങ്ങനെ നമ്മുടെ രേവതീനെ വഴക്ക് പറഞ്ഞ് കയറ്റി വിടാണ്. ഏതായാലും രേവതീനെ ഒരു പ്രത്യേക ഒരു സ്നേഹത്തോടു കൂടി തന്നെയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ആരാ
മാമച്ചൻ പറയുന്നുണ്ട്, അവളെ ഇങ്ങനെ ജോലിക്കായിട്ട് നിർത്തുന്നതിൽ എനിക്ക് വിരോധമുണ്ട്, ഒരു പാവം പെൺകുട്ടി അല്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും മാമച്ചന്റെ പെണ്ണുമ്പിള്ളയും പറയുന്നുണ്ട് അത് ശരിയൊക്കെയാ, മാമച്ചൻ പറയുന്നത് ശരിയാ, പാവം പെൺകുട്ടിയൊക്കെ തന്നെയാണ്. എങ്കിലും പിന്നെ എന്താ നമ്മൾ അവളെ ചെയ്യേണ്ടത്? അല്ല, നമുക്ക് അവളെ പഠിപ്പിച്ചാലോ? പഠിപ്പിക്കാനോ? വേലക്കാരിനെയോ? അതെന്താ, പഠിപ്പിച്ചാൽ ശരിയാവൂലേ? അല്ല, മാമച്ചന് ഇഷ്ടമാണെങ്കിൽ പഠിപ്പിക്കുന്നത് കൊണ്ട് എനിക്ക് വിരോധമൊന്നും ഇല്ല എന്നും പറയുന്നുണ്ട്. വെറുതെയാണ് കേട്ടോ, പഠിപ്പിക്കുന്നത് കൊണ്ട് വിരോധമേ ഇല്ല, പിന്നെ മാമച്ചന് ഇഷ്ടമാണെങ്കിൽ എന്ന് പറഞ്ഞ് പുള്ളിക്കാരി അങ്ങ് പറയുന്നതാണ് കേട്ടോ. അപ്പൊ ഈ സമയത്ത് പിന്നെ കാണിക്കും നമ്മുടെ അലീന വീട്ടിലെ കാര്യങ്ങളും എല്ലാം ഒക്കെ ചെയ്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും അവിടെ ഒരു പട്ടിയുണ്ട്. അപ്പൊ ആ പട്ടിക്ക് ഇങ്ങനെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പോവാം. ഭക്ഷണം കൊടുക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും അവിടുത്തെ മോള് പറയുന്നുണ്ട്, ഇളയ മോള് പറയുന്നുണ്ട്, ചേച്ചി വേണ്ട, ചേച്ചി പോകണ്ട, പരിചയമില്ലാത്തവരെ അവൻ അങ്ങോട്ട് അടുപ്പിക്കത്തില്ല, പരിചയമില്ലാത്തവരെ കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ ചിലപ്പോൾ ചാടി വീഴും, കടിക്കും, എന്താ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല, ചേച്ചി പോകണ്ട എന്ന് പറഞ്ഞപ്പം എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ അവനൊന്നും ചെയ്യില്ല. അയ്യോ ചേച്ചി, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ, നേരത്തെ ഒരാള് ഇവിടെ വേലക്കാരിയായിട്ട് നിന്നെ ആ ചേച്ചി അതിന്റെ അടുത്ത് പോകത്തില്ല, അതിനിങ്ങോട്ട് കടിച്ച് തിന്നാൻ വേണ്ടി ചെല്ലും ഇവന് അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകണ്ട ചേച്ചി, പോണ്ട എന്ന് പറഞ്ഞപ്പോഴത്തേക്കും സാരമില്ലെന്നേ, ഞാൻ പൊക്കോളാം, ഞാൻ അവനൊന്ന് പരിചയപ്പെടട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അലീനെ അങ്ങോട്ട് ചെന്നിട്ട് ആ കുറ്റി അങ്ങ് തുറക്കുന്നതും പട്ടി ചാടി നമ്മുടെ അലീനയുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ച് നിൽക്കുകയാണ്. ഈ പെണ്ണിനൊക്കെ അങ്ങോട്ട് അതിശയമായി പോയിട്ടോ. അവിടെ നമ്മുടെ ബാലേന്ദ്രനൊക്കെ ഉണ്ടായിരുന്നു. ബാലേന്ദ്രനൊക്കെ അതിശയമായി പോയി, ഇതെന്താ ഇത്? കാരണം അവനെല്ലാവരെയും കടിക്കുന്നതാണ്, അവർക്കറിയാലോ, അവരുടെ വളർത്തുനായാണല്ലോ, അപ്പൊ അവരെല്ലാരെയും കടിക്കുന്നതാണെന്ന് അറിയാം. അപ്പോഴത്തേക്ക് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ദേ അച്ഛ, നോക്കിക്കേ അച്ഛ, ദേ അലീന ചേച്ചി ഒന്നും ചെയ്യുന്നില്ല എന്ന്. അപ്പം പെട്ടെന്ന് അത് ശരിയാണല്ലോ എന്ന് പറഞ്ഞ് പുള്ളിക്കാരനെ നോക്കി, അങ്ങനെ എന്താടാ വിശേഷം, സുഖമാണോ? ഞാൻ ഈ വീട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ, നിനക്ക് വിശക്കുമ്പോ ഞാനും ഭക്ഷണം കൊണ്ടു തരാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അലീന അതിനിങ്ങനെ പുന്നാരിച്ചിട്ട് ഇങ്ങനെ വന്നപ്പോഴത്തേക്കും അയ്യോ ചേച്ചി, ഇത് വല്ലാത്ത അതിശയായി പോയിട്ടോ, അവനെ ആരെ കണ്ടാലും അപ്പ ചാടി വീഴും, ഞങ്ങൾക്ക് തന്നെ പേടി അവന്റെ അടുത്ത് പോകാന്. ചേച്ചിക്ക് എന്താ അവന് പേടിയില്ലാതെ? അവനെന്താ ചേച്ചിനെ ഒന്നും ചെയ്യാത്തത്? അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ ബാലനും ചോദിക്കുന്നുണ്ട്, ബാലേന്ദ്രനും ചോദിക്കുന്നുണ്ട്, അല്ല മോൾക്കെന്താ ഇത്ര ധൈര്യം? അല്ല നിനക്ക് എവിടെ നിന്ന് ഇത്ര ധൈര്യം വന്നു? അത് പിന്നെ ഇതുപോലെ കുറേ വളർത്തുനായകളല്ല, തെരുവ് നായകൾക്ക് ആഹാരം കൊടുത്തിട്ടുണ്ട് ഞാൻ, എന്നും കൊടുക്കായിരുന്നു. ഞങ്ങളുടെ സ്നേഹനികേതനില് ബാക്കി വരുന്ന ഭക്ഷണങ്ങൾ, ബാക്കി എന്ന് പറയാൻ പറ്റില്ല, ഞങ്ങളുടെ ഒരു പങ്ക്, എല്ലാവരുടെ പങ്കിൽ നിന്നും ഒരു പങ്കെടുത്ത് ഞങ്ങള് ഇങ്ങനെയുള്ള തെരുവ് നായകൾക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ എല്ലാ ചേഷ്ടകളും എനിക്കറിയാം, അവര് നോക്കുന്നതും അവര് വാലാട്ടുന്നതും അതുപോലെ അവര് എന്താ നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്നതും. ഒരിക്കലും ഇതൊന്നും നമ്മൾ ഉപദ്രവിക്കില്ല, നമ്മൾ അങ്ങോട്ട് എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് ഇവര് നമ്മളെ ഉപദ്രവിക്കുന്നത്. പിന്നെ നമ്മളുടെ പോലെ തന്നെ ജീവനുള്ളതല്ലേ അതിനൊക്കെ, അതിനും വിശപ്പും ദാഹവും ഒക്കെ ഉണ്ട്. നമ്മൾ ഒരു നേരത്തെ ആഹാരം കൊടുത്താൽ അത്രയ്ക്ക് പുണ്യം കിട്ടും. അവർക്കൊന്നും ആരും ഇല്ലല്ലോ, ഞങ്ങളെപ്പോലെ തന്നെയല്ലേ. സത്യം പറഞ്ഞാലേ ഒരു തെരുവ് പട്ടീനെ പോലെയാ ഞാനും. ഇപ്പം എൻ്റെ മമ്മി ഉണ്ടായിരുന്നപ്പം ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, ഞങ്ങളെ ആരും വേദനിപ്പിക്കില്ലായിരുന്നു. ഇത് കേട്ടതും പാവം ആ കൊച്ചിനൊക്കെ ദേഷ്യമായിട്ട് സങ്കടം വരികയാണ് കേട്ടോ അലീന പറയുന്നത് കേട്ടിട്ട്. ഏതായാലും വീണ്ടും നമ്മുടെ ജയന്തിയുടെ വായിലിരിക്കുന്നൊക്കെ കേൾക്കാൻ വിധിക്കപ്പെട്ട ഓരോ ദിവസവും തള്ളി നിൽക്കേണ്ട അവസ്ഥയാണ് നമ്മുടെ അലീനയ്ക്ക് ഉണ്ടാവണത്. ഏതായാലും ഇതിന്റെ കൂടെ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്ങനെ നമ്മുടെ വായിച്ച കുറേ തുണികളൊക്കെ നമ്മുടെ അലീനയ്ക്ക് അലക്കാനൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറേ തുണികൾ വാരി തല്ലി കൊടുക്കുന്നുണ്ട്. വാഷിംഗ് മെഷീൻ യൂസ് ചെയ്ത് കൈയും കൊണ്ട് അലക്കണം എന്നൊക്കെ പറഞ്ഞ് മറ്റേ അമ്മായിയമ്മമാര് പോരെടുക്കുമല്ലേ, അതുപോലെയൊക്കെ തന്നെയാണെന്ന് ഈ വൈജ നമ്മുടെ അലീനയോട് കാണിക്കുന്നത്. അങ്ങനെ നമ്മുടെ മനുശങ്കർ വരാറായിട്ടോ. നമ്മുടെ മനുശങ്കർ എത്തിക്കഴിയുമ്പോഴത്തേക്കും അലീനയ്ക്ക് എന്താ പറയാ, മരുഭൂമിയിൽ മഴ പെയ്യുന്ന ഒരു അവസ്ഥയാണ്. ഹരിശങ്കർ അല്ല, സോറി, മനുശങ്കർ. ഏതായാലും ഹരിശങ്കർ ആണെങ്കിലും ഇടയ്ക്ക് മുട്ടിനും ഇങ്ങോട്ട് വിസിറ്റും നടത്തും. എന്തിനു വേണ്ടി? അലീനയെ കാണാൻ വേണ്ടി. അപ്പം എല്ലാവരും കാത്തിരിക്കുക, അടിപൊളി വിശേഷങ്ങൾ തന്നെയാട്ടോ വരാനിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്താണ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാട്ടോ. അപ്പൊ ടാറ്റാ, ബൈ ബൈ.